അപമാനം സഹിച്ചിട്ടും ഇന്നലെ ഞാൻ പറഞ്ഞത് എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ മത്സരിക്കുന്നില്ല. വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോഴും UDF വാതിലുകൾ എനിക്ക് അടഞ്ഞിട്ടില്ല. ഞാനിത് പറയാൻ വരുമ്പോഴും ഇന്നലെ എന്നോട് പല ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും പിണറായിസം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉന്നതരായ നേതാക്കന്മാർ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പലരും എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ അപമാനം സഹിച്ചാലും ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പിണറായിസത്തെ താഴെ ഇറക്കാൻ കഴിയുമോ എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്നുണ്ടായ സംഭവം എന്താ? ഇന്നലെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇവിടെ വന്നു. വലിയ വിഷയമാണല്ലോ, നിങ്ങൾ കേട്ടല്ലോ. എന്തേ രാഹുൽ മാങ്കൂട്ടം എൻ്റെ അടുത്ത് വരാനുണ്ടായ കാരണം? രാഹുൽ മാങ്കൂട്ടം പിണറായിസത്തിൻ്റെ ഏറ്റവും വലിയ ഇരയാണ്. ഈ കേരളത്തിൽ പിണറായിസത്തിനെതിരെ UDF അതിശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന UDF ഉന്നതനായ യൂത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു സംസാരിച്ചു. എന്താണ് പിണറായിസം അവസാനിപ്പിക്കാൻ? ഒരു മണിക്കൂറോളം ഞങ്ങളിരുന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, മറ്റന്നാൾ വരെ ഉണ്ടല്ലോ നോമിനേഷൻ കൊടുക്കാൻ, എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻ്റ് ഉണ്ടാകും, നമ്മളൊക്കെ ഇതിൻ്റെ ഇരകളാണ്. കേരളത്തിലെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഇരയാണ്, മലയോര മേഖലയിലെ ഇരകളാണ്. അവർക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ശബ്ദിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെ പിണറായിസത്തെ നമുക്ക് താഴെ ഇറക്കണമല്ലോ. വളരെ സൗഹൃദപരമായി സംസാരിച്ച് പോവുക. അദ്ദേഹത്തിന് എന്നോട് വേറൊരു ബന്ധമുണ്ട്. അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പം അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ ഞാൻ കൊടുത്തതാണ്. ഇതേപോലെ സ്വകാര്യമായി എന്നെ വന്ന് കണ്ടതാ. ഞാൻ ഇന്ന് വരെ ഒരാളോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അൻവറിനോടൊന്നും പറയാൻ പറ്റില്ല എന്നാണല്ലോ പറയുന്നത്. 4 ദിവസം മുമ്പ് കെ സുധാകരൻ മഞ്ചേരിയിൽ വന്ന് എന്നെ കണ്ടു. ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? കെ സുധാകരനല്ലേ നിങ്ങളോട് വെളിപ്പെടുത്തിയത്? ഞാനൊരാളോടും അത്തരത്തിലുള്ള ഒരു സ്വകാര്യ സംഭാഷണവും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ എന്നെ എന്താ പറയുക, ചവിട്ടി താഴ്ത്തുന്ന എന്താ, സുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറം SP 5 ദിവസം നിരന്തരമായി എന്നെ വിളിച്ച ഫോൺ കോൾ ഞാൻ പുറത്തു വിട്ടു. എൻ്റെ വീട്ടിലെ കാര്യത്തിനാണോ? ഞാൻ പോലീസിനെതിരെ ഉയർത്തിയ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ആ ഫോൺ കോൾ പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ വിശ്വസിക്കുമായിരുന്നോ? ജനങ്ങൾ ആ വിഷയത്തിൽ ഞാൻ പറയുന്നതിൽ സത്യസന്ധതയുണ്ട് എന്ന് ജനങ്ങൾ ഉറപ്പുവരുത്തിയത് ആ ഫോൺ കോൾ പുറത്തു വിട്ടപ്പോഴാണ്. അത് ഈ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാ. PV അൻവർ LDF ഇരിക്കുമ്പോൾ ഈ പറയപ്പെട്ട പലരോടും പലതും സംസാരിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പുറത്തു വിട്ടോ? പിണറായിസത്തിനെതിരെ പോലീസിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ CPM ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കളും ആ പോരാട്ടത്തോടൊപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരാളെ പേര് ഞാൻ പറഞ്ഞോ? അത് പറയാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇടപാടുകൾ, നിങ്ങൾ തമ്മിലുണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ, നിങ്ങൾ പിരിയേണ്ടി വന്നാൽ ഒരു കാരണവശാലും നിങ്ങളത് പുറത്തു പറയരുത്. അങ്ങനെ പറയുന്നവൻ മുനാഫിക്കാണ്, വിശ്വാസിയല്ല എന്ന് പറഞ്ഞ മതം പഠിച്ചവനാണ് ഞാൻ. അതുകൊണ്ടാണ് മിണ്ടാത്തത്. ഞാൻ സുജിത് ദാസിൻ്റെ ആ കാര്യം പുറത്തു വിട്ടത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഈ സമൂഹം അത് വിശ്വാസം അർപ്പിച്ചത്. അപ്പോൾ ആ പീഡനം അനുഭവിച്ച വ്യക്തി ആണ് ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. ഇന്നിപ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ വാതിൽ അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന UDF കൺവീനർ അടൂർ പ്രകാശും KPCC പ്രസിഡന്റ് സണ്ണി വക്കീലും ഇന്നലെ എന്നോട് പറയുമ്പോൾ, നിങ്ങൾ ആലോചിക്കുക അൻവർ, ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞവരാണ്. UDF ലീഡർഷിപ്പിൻ്റെ സകല ആളുകളും ഇന്നലെയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്? VD സതീശൻ. നിങ്ങൾ കേട്ടല്ലോ, വാതിലടച്ചു UDF. ഇപ്പോൾ 1 മണിക്കൂർ മുമ്പാണല്ലോ പറഞ്ഞത് വാതിലടച്ചു. ഇനി അങ്ങോട്ടാണ് പോകേണ്ടത്? ഇനി ഞാൻ ആരെ കാത്തു നിൽക്കണം? ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. നിങ്ങളെ ചോദ്യങ്ങൾക്ക് PV അൻവറിൻ്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല. അങ്ങനെ ഒരു വാതിലുണ്ടോ? ഏതെങ്കിലും വാതിൽ ഒന്നുമില്ല, അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തുറന്നിട്ടുണ്ടാവും.
PV അൻവറിൻ്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല. ഇപ്പം അദ്ദേഹം ലോക്കിട്ട് പൂട്ടി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? ഈ പിണറായിസത്തെ അവസാനിപ്പിക്കാൻ ഈ ഷൗക്കത്തിന് സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമില്ല. എന്തേ 2016 12,000 വോട്ടിന് എന്നോട് അദ്ദേഹം തോറ്റത്? എന്തേ 2021 എൻ്റെ ഭൂരിപക്ഷം 2000 ആയത്? അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള പൊതുജനങ്ങളുടെ വികാരമാണത്. ആ വികാരം അവിടെ ശമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് ആ വികാരം അവിടെ വർദ്ധിക്കുക ചെയ്തത്. എന്താ കാരണം അറിയാം നിങ്ങൾ? എന്നെ സഹായിച്ച UDF അനുഭാവികളായ ആളുകളെ തെരഞ്ഞു പിടിച്ച് ഏതെല്ലാം നിരക്ക് അവരെ ആക്രമിക്കാൻ കഴിയുമോ ആ അക്രമം അവിടെ തുടരുക, ഇൻക്ലൂഡിങ് വ്യാപാരി വ്യവസായി. എന്തേ വ്യാപാരി വ്യവസായി അവിടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്ന് പറഞ്ഞ് ചർച്ച നടക്കുന്നത്? കൊല്ലം കൊല്ലം ഇദ്ദേഹം ഒരു 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 നിലമ്പൂർ പാട്ട് നടത്തും. അവിടെ കൊള്ളപ്പിരിവ, കോളറിന് പിടിച്ച് കാശ് വാങ്ങല. 2016 ഞാൻ വരുന്നവരെ അവിടെ ഒരു വർഷം അദ്ദേഹത്തിന് ജോളിയായി ജീവിക്കാനുള്ള പണം നിലമ്പൂരിലെ വ്യാപാരികളുടെ കോളർ പിടിച്ച് വാങ്ങിയിരുന്നു. അപ്പോൾ ഈ ഒരവസ്ഥ അവിടെ തുടരുന്നത് കൊണ്ടാണ് വ്യാപാരികൾ സ്ഥാനാർത്ഥി അടക്കം നിർത്താൻ ആലോചിക്കുന്നത്. അവർ ഭയപ്പെടുകയാണ്. ഇനിയും ആ അരാജകത്വത്തിലേക്ക് നിലമ്പൂർ പോകും. സ്വകാര്യമായി പറയുന്നു, ഞങ്ങൾക്ക് സാധിക്കില്ല. വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നാട്ടിലും എൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. ആ കുടുംബത്തുകൾക്ക് എത്ര വോട്ടുണ്ടാകും എന്നുള്ളത്. ഒന്ന്, പത്രക്കാർ നോട്ട് ചെയ്ത ജനങ്ങൾ കേൾക്കണം. രണ്ടാമത്, ഇദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ്. ഒരു ഹൈന്ദവനായ വ്യക്തി ആ ഹിന്ദു സമുദായത്തിനെതിരെ സംസാരിച്ചാൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. സ്വന്തം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് തള്ളും. ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെതിരെ സംസാരിച്ചാൽ അവനോട് ആ മതക്കാർക്കുണ്ടാകുന്ന വിരോധം താങ്ങാൻ കഴിയാത്തതാണ്. ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പം അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും. പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഒരാളും അംഗീകരിച്ചു കൊടുക്കില്ല. അതാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം. ഒറ്റ കാര്യം കൂടി അതിന് ഉദാഹരണമായി ഞാൻ സൂചിപ്പിക്കാം. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സഖാവ് PK സൈനബ. മഞ്ചേരിയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിർത്തി. സാധാരണ ലീഗിന് LDF-ന് 3 തൊട്ട് 3.25 ലക്ഷം വരെ വോട്ടുണ്ടാകും ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ. എന്താ സംഭവിച്ചത്? അവർ പ്രത്യക്ഷത്തിൽ അവിടെ വേഷവിധാനങ്ങൾ പോലും ഇസ്ലാമിനെതിരാ. കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ പോലും ആ മതനിഷേധിക്കെതിരെ വോട്ട് ചെയ്തു. അത് ചരിത്രമാണ്. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടും. ഇത് തന്നെയാണ് സ്വരാജിനും അവിടെ സംഭവിക്കാൻ പോകുന്നത്. എവിടെ? നിലമ്പൂരിൽ. ശബരിമല ഇഷ്യൂ നിങ്ങൾക്കറിയാം. ശബരിമല ഇഷ്യൂവിൽ പിണറായിസത്തിൻ്റെ ഭാഗമായി നിന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഹൈന്ദവ മതവിശ്വാസികളുടെ മതത്തെ, അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തി അവഹേളിച്ച് പിണറായിസം കേരളം മുഴുവൻ ഹിന്ദുത്വത്തിനെതിരെ പ്രചരണം നടത്തിയവനാ ഈ പറയുന്ന സ്വരാജ്. ഹൈന്ദവ സമൂഹം, ഒരു ഹൈന്ദവനാണ് സ്വരാജ്. അത് താങ്ങൂല. കാണാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ വിഷയം, ഇദ്ദേഹം ആളാകാൻ വേണ്ടി, ഇപ്പം ഞാൻ ഔട്ട്സ്പോക്കൺ എന്ന് പറഞ്ഞല്ലോ, UDF അധികാരത്തിലിരിക്കുമ്പം, സ്വന്തം പിതാവ് മന്ത്രിയായിരിക്കുമ്പം ഈ UDF നേതൃത്വത്തിനെതിരെ എത്ര തവണ മലപ്പുറത്ത് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്? ഇവിടെ കഴിഞ്ഞ 5-8 കൊല്ലമായി മലപ്പുറം ജില്ലയിലെ ലീഗ് കോൺഗ്രസ് ബന്ധത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത് മാറ്റി നിർത്തപ്പെട്ടതോടുകൂടെ മലപ്പുറം ജില്ലയിലെ UDF ഒറ്റക്കെട്ടായി പോവുകയാണ്. അതിലേക്കാണ് ഇനി വരാൻ പോകുന്നത്.
അതിൻ്റെ അകത്തുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിലെ അതിതീവ്ര RSSകാർ, പാണക്കാട് തങ്ങന്മാർ വർഗീയവാദികളും മന്ത്രിച്യൂതി ആളെ പറ്റിക്കുന്നവരാണെന്ന് പറയോ മറ്റേ ടീച്ചറുണ്ടല്ലോ അവർ പറയോ? അത് പറയാൻ ധൈര്യം കാണിച്ചവൻ ആര്യാടൻ ഷൗക്കത്താ. എന്തിനാ? മറ്റുള്ളവരുടെ ഫാസിസ്റ്റുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ശിഹാബ് തങ്ങൾ മന്ത്രിച്യൂതി കൊടുത്ത് പണം തട്ടുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പോലീസ് പോയിട്ട് ചെറുകിടക്കാരെയാണല്ലോ പിടിക്കുന്നത്? എന്താ വലിയോലെ പിടിക്കാത്തത്? എന്താ പാണക്കാട് പോകാത്തതെന്ന്? ഈ മന്ത്രിയുടെ വീട്ടിലിരുന്ന്, UDF മന്ത്രിയുടെ വീട്ടിൽ, സ്വന്തം പിതാവിൻ്റെ വീട്ടിലിരുന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമില്ല.